ആലോ സെർബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിലപ്പനയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പനയോട് സാദൃശ്യമുള്ള നിലം പറ്റി വളരുന്ന ഒരു സസ്യമാണ് നിലപ്പന. ഇതിന് ഗോൾഡൻ ഐഗ്രാസ് എന്നും ബ്ലാക്ക് മുസ്ലി എന്നുമെല്ലാമാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ ഒട്ടനവധി അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്കായിട്ട് ഈ ഒരു സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഘൃതമായും ലേഹ്യമായും ഗുളികയായും ചൂർണമായും എല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വേരിലുള്ള കിഴങ്ങുകൾ പൈൽസിനും അതുപോലെ ബ്ലഡ് ഡിസോർഡേഴ്സിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേരരച്ച പേസ്റ്റ് പലതരത്തിലുള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കും ചൊറിച്ചിലിനെല്ലാം തന്നെ നല്ലതാണ്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ജോണ്ടിസ്, ആസ്മ, വയറിളക്കം, ഗൊണേറിയ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള അസുഖങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഈ ഒരു സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. കഫം മൂലമുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ചുമ, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടും ഈ ഒരു സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. പുരുഷന്മാർക്ക് സ്പാം കൗണ്ട് കൂടുവാനും ശാരീരിക ബലം കൂടാനെല്ലാം തന്നെ ഈ ഒരു സസ്യം സഹായിക്കുന്നുണ്ട്. അതുപോലെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കും മൂത്രം ഒഴിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടെല്ലാം തന്നെ മാറ്റുവാനായിട്ടും ഈ സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. നാഡികളെ ബാധിക്കുന്ന വിഷവസ്തുക്കൾക്കെതിരെ ഈ ഒരു സസ്യം ഫലപ്രദമാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാരുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലെല്ലാം കൂട്ടുവാനായിട്ട് ഈ സസ്യം സഹായിക്കുന്നു. തൊലിപ്പുറത്തുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനായിട്ട് ഈ സസ്യം വളരെയധികം ഫലപ്രദമാണ്. വളരെ ചെറിയ പ്രശ്നങ്ങളായിട്ടുള്ള ആക്നെയ്ക്കും കുരുക്കൾക്കും ചൊറിച്ചിലിനും റാഷസിനും എല്ലാം തന്നെ ഈ സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനിയുമുണ്ട് നിലപ്പനയുടെ വിശേഷങ്ങൾ. ഇത് വേറെയും ഒരുപാട് അസുഖങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് പിത്തത്തിൻ്റെ പ്രശ്നം, നെഞ്ചെരിച്ചിൽ, കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, കോൺജുവൈറ്റിസ്, അതുപോലെ സന്ധിവേദന, പേപ്പട്ടി വിഷബാധ, പിന്നെ കരളിനുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കീഴ്വായു ശല്യം, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കായിട്ടും ഈ ഒരു സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങളുടെ ഒപ്പം നീലപ്പനയും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ ദശപുഷ്പങ്ങൾക്കൊപ്പം നീലപ്പനയും കൂടി ചേർത്തിട്ടാണ് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത്. നിലപ്പനയെക്കുറിച്ചുള്ള ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.